ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ OC നവീൻ ചന്ദ്. അദ്ദേഹം കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പ്രസിഡന്റും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ നമസ്കാരം. നമസ്കാരം. സാറ് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പ്രസിഡന്റായിട്ട് ഇപ്പോൾ എത്ര വർഷമായി സാർ? ഏകദേശം 8 വർഷത്തോളമായി സംസ്ഥാന ഫാർമസി കൗൺസിൽ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. നേരത്തെ 5 വർഷം പൂർത്തിയാക്കി. അതിനെ തുടർന്ന് 2ാം ഘട്ടത്തിലും സംസ്ഥാന ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫാർമസി കൗൺസിൽ പ്രസിഡൻ്റായി ഇപ്പോഴും തുടരുന്നത്. അല്ല, അവിടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 5 വർഷമാണ് ഒരു ഫാർമസി കൗൺസിൽ പ്രസിഡന്റിൻ്റെ സ്ഥാനം. അത് കഴിഞ്ഞിട്ട് സാറിനെ വീണ്ടും അടുത്ത 5 വർഷത്തേക്ക് കൂടെ സെലക്ട് ചെയ്തു എന്നാണ് സാർ ഉദ്ദേശിച്ചത് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അതിൻ്റെ ഒരു സെലക്ഷൻ എങ്ങനെ? ഇപ്പം നോമിനേഷൻ വരുന്നത് കൗൺസിൽ മെമ്പർ എന്ന ലെവലിലായിരിക്കും നോമിനേഷൻ വരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പ്രസിഡന്റായി സെലക്ട് ചെയ്യുന്നത് ആരാണ്? അതായത് നമ്മളെ 15 അംഗ ജനറൽ കൗൺസിലാണ് സംസ്ഥാന ഫാർമസി കൗൺസിൽ ഭരിക്കുന്നത്. അതിൽ 6 പേര് എലക്റ്റഡ് മെമ്പർമാർ, 5 പേര് നോമിനേറ്റഡ് മെമ്പർമാർ, 4 എക്സ് ഒഫീഷ്യോ മെമ്പർമാർ. ഇതാണ് അവിടുത്തെ ഘടന. അതിൽ നമ്മൾ പുതുതായി നേരത്തെയുള്ള പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാൽ പുതുതായി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനറൽ കൗൺസിലാണ്. ജനറൽ കൗൺസിൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ 2 ഘട്ടത്തിലും ഐകകണ്ഠ്യേനയാണ് ഞാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അവിടെ ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തായി കൗൺസിലിൻ്റെ മുന്നിലൊരു സമരം കണ്ടായിരുന്നു. അപ്പം ആ സമരം നയിച്ചതിൽ ഒരു പ്രധാനി കൗൺസിൽ മെമ്പർ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുവാൻ ഉണ്ടായ കാര്യം, പക്ഷെ അവരെ ഇവിടെ സെലക്ട് ചെയ്തതല്ലേ സാറിനെ? പിന്നെ എന്താണ് അവർക്ക് പെട്ടെന്നൊരു മാറ്റം വന്നേ? അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നേരത്തെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ് സംഘടനയിൽ നിന്ന് വിട്ടുപോയി മറ്റൊരു സംഘടന എന്നുള്ള നിലയിൽ അതേ പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അവർ ഇന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അവർ ഇപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഉൾക്കൊള്ളുന്ന വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഉള്ളത്. അതുപോലെ നമ്മുടെ KPP എന്ന് പറയുന്ന സംഘടന, കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ അത് പ്രവർത്തിക്കുന്ന രജിസ്റ്റേർഡ് സംഘടനയാണ്, അതിൻ്റെ ഓഫീസ്. അതുപോലെ ഇതുവരെ നമ്മൾ ഓരോ വർഷത്തിലും ഇത് പുതുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ അത് കൃത്യമായി നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തതിന് ശേഷം പുതുക്കി കിട്ടുന്നതിൻ്റെ രേഖകൾ ഒക്കെ തന്നെ ഞങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള പേരിൽ ഞങ്ങളെ പുറത്താക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിൽ പിന്നിൽ കുറേ രാഷ്ട്രീയം പോലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ പേരിൽ അധികാരമോഹങ്ങളുണ്ട്. അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ അവർക്കൊക്കെ എതിരായിട്ട് ഞങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾ, സംഘടന ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളുണ്ട്. അതായത് ഒരു ഭരണഘടന അനുസരിച്ച് നമ്മുടെ സെക്രട്ടറിയുടെയും ട്രഷറിയുടെയും പേരിലാണ് ജോയിൻ്റ് അക്കൗണ്ടായാണ് നമ്മുടെ സമ്പത്ത്, എല്ലാ കാശും അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കേണ്ടത് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ. പക്ഷേ അന്ന് പല ആൾക്കാരുടെയും സ്വന്തം പേരിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഫിക്സഡ് ഡിപ്പോസിറ്റ് അടക്കം ചെയ്തതിൻ്റെ കാര്യം മനസ്സിലാക്കിയപ്പോൾ ചോദ്യം ചെയ്തതാണ് ഇതിൻ്റെ ഞങ്ങൾ തമ്മിൽ തെറ്റാനുള്ള മുഖ്യ കാരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മറ്റൊരു സംഘടന എന്നുള്ള നിലയിൽ KPPയുടെ അതേ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളോടുള്ള ഒരു വിരോധത്തിന് കാരണമായി. മാത്രമല്ല, എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്തിന് വേണ്ടി അതിലെ ഒരു വിഭാഗം മത്സരിക്കുകയുണ്ടായി. അത് തോറ്റതിൻ്റെ ഒരു ജാള്യതയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വ്യക്തിപരമായും സംഘടനാപരമായിട്ടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് സമരം മാത്രമാണ് അന്ന് ഫാർമസി കൗൺസിലിൻ്റെ മുമ്പിൽ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, അന്ന് ഉദ്ഘാടകൻ പോലും പറഞ്ഞത് കൗൺസിലിനെതിരെയല്ല ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അന്ന് ഉദ്ഘാടകനായി പ്രസംഗിച്ച അദ്ദേഹം ഇന്നത്തെ LDF സർക്കാർ, പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിക്കുകയും അതുപോലെ ആരോഗ്യമന്ത്രിയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളാണ് അന്ന് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് പോലും കൗൺസിലിനെതിരെ ഒന്നും സൂചിപ്പിക്കാനുണ്ടായിരുന്നില്ല.